വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയിൽ വീണ്ടും പ്രതിഷേധം. 4 ചക്ര ഓട്ടോറിക്ഷകൾ ട്രാക്കിന് മുന്നിൽ നിർത്തിയിട്ട് ഡ്രൈവർമാർ ടോൾ പ്ലാസ ഉപരോധിച്ചു. ടോൾ കമ്പനിയുടെ കരാർ ലംഘനത്തിനെതിരെയാണ് സമരം സംഘടിപ്പിച്ചത്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് മെയ് ദിനത്തിൽ ഓട്ടോറിക്ഷകൾ ടോൾ പ്ലാസയുടെ ട്രാക്കിന് മുമ്പിൽ നിർത്തിയിട്ട് പ്രതിഷേധിച്ചത്. സാധാരണ ഓട്ടോറിക്ഷകൾക്ക് ടോൾ പ്ലാസയിൽ സൗജന്യം നൽകുന്നതുപോലെ 4 ചക്ര ഓട്ടോറിക്ഷകൾക്കും സൗജന്യം നൽകണമെന്ന കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ MP കെ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ തീരുമാനം അട്ടിമറിച്ചതിനെതിരെയാണ് സംയുക്ത സമരസമിതി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇന്ന് വരെ ആരും ഇതിനെക്കുറിച്ച് തീരുമാനം എടുത്തില്ല. ദിവസം ഈ വണ്ടിക്കാർ വരെ തിരിച്ചു പോവാ. ഇതെന്താ ഇതിന്റെ കാര്യം? എന്താണ് നിങ്ങളിപ്പോ പ്രക്ഷോഭം നടത്തിയിട്ട് എന്താ കാര്യമുള്ളത് പറഞ്ഞേ? എന്താ കാര്യം എന്താ പറയും? കാര്യം പറയും. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പ്രക്ഷോഭം എന്തിനു വേണ്ടി നടത്തുന്നത് പറയും. അത് പറഞ്ഞു തരും. നിങ്ങളെടുത്ത തീരുമാനത്തിന് ഒരു വിലയില്ല. 2 MLA-ക്കും ഒരു MD-ക്കും ഇവിടെ ഒരു വിലയില്ല. അത് പറയും. പതുക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സൈഡിൽ കേൾക്കാത്ത കൊണ്ട് നിങ്ങൾ പറയുന്നതാണ്. 7-ാം തീയതി മുതൽ തീരുമാനം എടുത്തിട്ട് 1-ാം തീയതി വരെയായി. ഈ തീരുമാനം ഒന്നും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഈ നടപ്പിലാക്കത്തില്ല MLA MP എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ ജനങ്ങളുടെ കാര്യം വേണ്ടിയിട്ടുള്ള ടോൾ അധികാരിക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. ആർക്ക് വേണ്ടി സംസാരിക്കുന്നത്? മുൻമന്ത്രി VC കബീർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് ഇവർക്ക് ഇഷ്ടംപോലെ ടോൾ പിരിക്കാൻ ആരാണ് അധികാരം കൊടുത്തത്? 10 കിലോമീറ്റർ വേണമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. 10 കിലോമീറ്റർ എക്സംഷൻ വേണം എന്ന് പറഞ്ഞു. അത് പലവട്ടം ചർച്ച ചെയ്ത് ഏഴരയിൽ എത്തി നിൽക്കുകയാണ്. വീണ്ടും നമുക്കിവിടെ ബ്ലോക്ക് ചെയ്യാനൊക്കെ സാധിക്കും. പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്ത് നമ്മുടെ പോലീസ് സ്റ്റേഷനൊക്കെ നടക്കാൻ സാധിക്കും, ജയിലുകൾ നടക്കാൻ സാധിക്കും. പക്ഷെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ല. പിന്നെ വന്ന നിരാഹാരമാണ്. അതിന് സമയമായില്ല എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമേ സമരത്തിൽ പ്രഖ്യാപിച്ചതാണ് ഞാനിരിക്കാം നിരാഹാരം വേണം. പക്ഷേ നിരാഹാരം ഇരിക്കേണ്ട സന്ദർഭം ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബോബൻ ജോർജ് അധ്യക്ഷനായി. എന്നാൽ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് കലക്ടറേറ്റിൽ ചർച്ച നടത്തുന്നുണ്ടെന്നും ചർച്ചയ്ക്ക് ശേഷം മറുപടി നൽകാമെന്നുമുള്ള ടോൾ പ്ലാസ ജീവനക്കാരുടെ അപേക്ഷയെ തുടർന്ന് താൽക്കാലികമായി സമരം നിർത്തിവെച്ചു. UTV ന്യൂസ്, പാലക്കാട്.